ബാർക്കോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസിൽ വിജിലൻസിന് കോടതിയുടെ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. കോടതിയെ കൊഞ്ഞണം കുത്തുകയാണോ എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ 1 മാസം കൂടി സമയം ചോദിച്ച വിജിലൻസിനോട് കോടതി ചോദിച്ചു. കോടതിയെ മണ്ടനാക്കരുതെന്നുള്ള പരാതി തെളിയിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും കോടതി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രാജ്യസന്നദ്ധതയുമായി കെ ബാബു തന്നെ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഡാനി പോൾ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഡാനി, രാജ്യസന്നദ്ധത അറിയിച്ചോ ബാബു? എന്തൊക്കെ അറിയാനാകുന്നു ഉള്ളറകളിൽ? അജിംഷാദ്, വളരെ നിർണായകമായ വിവരങ്ങളിലേക്ക്. കാരണം ഇപ്പോൾ കൊച്ചിയിൽ ഏതാണ്ട് കൊച്ചി മെട്രോ റെയിലിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവായിരുന്ന എ സി ജോസിന്റെ നിര്യാണം സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളുമെല്ലാമായി കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഒരു വലിയ കൂട്ടം കൊച്ചിയിലുണ്ട്. ഇതിനിടയിലാണ് വിജിലൻസ് കോടതിയുടെ ഇത്തരം പരാമർശങ്ങളുമായിട്ട് കോടതിയുടെ പരാമർശങ്ങൾ വരുന്നത്. ഈ ഘട്ടത്തിൽ എല്ലാ തുറകളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം കെ ബാബുവിന്റെ രാജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ എറണാകുളം ഗസ്റ്റ് ഹൗസും അതുമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന മറ്റുള്ളവരുമായി തന്നെ ഒരു ആശയവിനിമയം പ്രാഥമിക ഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 3 മണിക്ക് കെ ബാബു വാർത്താ സമ്മേളനം എറണാകുളം പ്രസ് ക്ലബിൽ വിളിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണ് ആണെങ്കിൽ രാജ്യസന്നദ്ധത ഏതാണ്ട് അത് തീരുമാനമായിരിക്കുന്നു. KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി എന്നിവരുമായെല്ലാം തന്നെ ഒരു ആശയവിനിമയം ഇക്കാര്യത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കെ ബാബു 3 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 3 മണിക്കാണ് കെ ബാബു മാധ്യമങ്ങളെ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവുമായി എറണാകുളം പ്രസ് ക്ലബിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ കുറെ വിശദീകരിച്ചിട്ടുള്ള എറണാകുളം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇന്ന് അത് പറയാനുള്ളത് തന്റെ രാജി എന്നുള്ള വാർത്ത തന്നെയായിരിക്കാം. അജിംഷാദ്, തീർച്ചയായും സുധീരൻ അടക്കമുള്ളവർ ഒരുപക്ഷെ KM മാണിയുടെ അതേ സാഹചര്യം രൂപപ്പെടുന്നു. കോടതിയിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ എന്ന സമ്മർദ്ദം ഒരുപക്ഷെ കെ ബാബുവിന് മേൽ ഉണ്ടാകാം. സുധീരൻ അടക്കം ഗൗരവതരമാണ് കോടതിയുടെ വിമർശനം എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടി രാജി ഏതാണ്ട് ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്കായിരിക്കും 3 മണിക്ക് കേരളം കാണുക. അങ്ങനെയാണോ ഡാനി? അജിംഷാദ്, അത് തന്നെയാണ് നിലവിലെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇത് തന്നെയാണെന്ന് സംഭവിക്കാനിരിക്കുന്നത്. കാരണം ഏതാണ്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ VM സുധീരനും ഇന്ന് കൊച്ചിയിലുണ്ട്. കൊച്ചിയിലായിരുന്നു യാത്ര ഇന്നലെ അവസാനിപ്പിച്ചത്. ഇന്നലെ KPCC യോഗം കൂടി കൊച്ചിയിൽ ചേർന്നിരുന്നു. ഇത് തുടർന്ന് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു ആശയവിനിമയം തന്നെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രഖ്യാപനത്തിന്റെ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെയായിരിക്കും ഇന്ന് 3 മണിക്ക് അദ്ദേഹം ചേർത്തൊരു വാർത്താ സമ്മേളനത്തിലേക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കാം പോവുക. ഏതായാലും കോടതിയുടെ പരാമർശങ്ങൾ വളരെ രൂക്ഷമായി തന്നെ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ FIR എടുക്കുകയാണെങ്കിൽ, കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ പറയാം തന്റെ രാജ്യസന്നദ്ധത അങ്കിൽ താൻ രാജിവെക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ബാർക്കോഴ കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനോട് ഇന്ന് കേസ് എടുക്കണമെന്ന് വിജിലൻസ് കോടതി തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇനി മറ്റു പോംവഴികളിൽ എല്ലാ വഴികളും അടയുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എങ്കിൽ ഒന്നുകിൽ കോടതിയോട് ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങളിലെ സാങ്കേതികമായ നൂലാമാലകൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് അധികാരത്തിൽ ഏത് വിധേനയും തുടരുക എന്നുള്ള വളരെ സാഹസികമായ ഒരു കാര്യങ്ങളിലേക്ക് നിൽക്കേണ്ടി വരുന്നു. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ അത് എത്രത്തോളം പ്രതീക്ഷ തരുന്നതാണ് എന്നുള്ളത് പാർട്ടിക്കകത്ത് തന്നെ ഒരു ശക്തമായ ഒരു വിയോജിപ്പ് ഉണ്ട്. അത്തരം ഒരു സാങ്കേതിക തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകി വന്നത്. സമഗ്രമായ വിവരങ്ങളിലേക്ക് പോകാം. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്നു പീപ്പിൾ TVയിലൂടെ ബിജു രമേശ് നടത്തിയ ആ പ്രസിദ്ധപ്പെടുത്തൽ. ഒരുപക്ഷെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KM മാണിക്ക് പിന്നാലെ ബാബുവും രാജിയിലേക്ക് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നതും ഇതുതന്നെയാണ് റിപ്പോർട്ടായി എത്തുന്നതും. KG ദിനകർ, മാണി എങ്ങനെയാണോ രാജിവെച്ചത് അതേ സാഹചര്യം വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു. ബാബുവിന് രാജിവെക്കാതെ നിർവാഹമില്ല. സുധീരൻ കൂടി ഇപ്പോൾ പ്രതികരിച്ച ഘട്ടത്തിൽ തീർച്ചയായും അജിംഷാദ്, UDF കോൺഗ്രസ് പ്രത്യേകിച്ച് വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മന്ത്രി കെ ബാബുവിന് രാജിവെക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംജാതമായിരിക്കുന്നത്. അദ്ദേഹം മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും KPCC അധ്യക്ഷൻ VM സുധീരനുമായും രമേശ് ചെന്നിത്തലയുമായും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായും അദ്ദേഹം ഫോണിലൂടെ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. രാജി സന്നദ്ധത അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വ്യക്തമായ സൂചന. ഒരുപക്ഷെ ഇന്ന് 3 മണിക്ക് അദ്ദേഹം എറണാകുളത്ത് വാർത്താസമ്മേളനം നടത്തുമ്പോൾ തൻ്റെ രാജി പ്രഖ്യാപിക്കും എന്ന
ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം സാങ്കേതികതയിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം രാജി തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. FIR ഇടണം എന്ന് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസെടുക്കണം എന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ രാജിയിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് അങ്ങനെ രാജി വെക്കില്ല എന്ന തീരുമാനമെടുത്താൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ VM സുധീരൻ്റെ പ്രസ്താവന വന്നു കഴിഞ്ഞിരിക്കുന്നു. കോടതി വിധി ഗൗരവതരം എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജി തന്നെയാണ് കെ ബാബുവിൻ്റെ രാജി തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ ഭംഗി നിലയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നതും അത് തന്നെയാണ് എന്നുള്ളതും വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ KM മാണി രാജിവെച്ച സമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനു മുൻപ് മന്ത്രി കെ ബാബു തന്നെ വ്യക്തമാക്കിയിരുന്നു, തനിക്ക് എതിരെ FIR ഇടുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ താൻ രാജിവെക്കും, സാങ്കേതികതയിൽ തൂങ്ങി നിന്നുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് തുടരില്ല എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ ആ വാക്ക് പാലിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്നും അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് വിജിലൻസിന് എതിരെ. അത് സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കൂടി, അല്ലെങ്കിൽ ആ വകുപ്പിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ കൂടിയുള്ള ഒരു നിരീക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. വിജിലൻസിനെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന കോടതികളിൽ നിന്നുണ്ടാകുന്ന, ഹൈക്കോടതിയിൽ നിന്നും അതോടൊപ്പം തന്നെ വിജിലൻസ് കോടതിയിൽ നിന്നും ഉൾപ്പെടെ ഉണ്ടാകുന്ന അതിരൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു, സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം, സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, VM സുധീരൻ ജനരക്ഷായാത്ര നടത്തുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കോടതിയിൽ നിന്നും ഒരു നിരീക്ഷണം ഉണ്ടായ ഒരു പശ്ചാത്തലം, ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്നും അതോടൊപ്പം തന്നെ വിജിലൻസ് കോടതിയിൽ നിന്നും സമാനമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ളതും വളരെയേറെ ശ്രദ്ധേയമാണ്. കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വിജിലൻസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നിലപാട് കൂടിയാണ് കോടതിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും 3 മണിക്ക് തന്നെ ബാബു മാധ്യമങ്ങളെ കാണും. ഒരു രാജിയിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ് വ്യക്തമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രതിപക്ഷം ശക്തമായി രംഗത്ത് എത്തുകയും ചെയ്തു. കെ ബാബുവിൻ്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അജിംഷാദ്, അതായത് ദിനകർ, ഒരുപക്ഷെ ധാർമ്മികമായി തന്നെ വലിയ ചോദ്യചിഹ്നം രാഷ്ട്രീയമായി സർക്കാർ നേരിടുന്നു, ഉമ്മൻചാണ്ടി സർക്കാരും നേരിടുന്നു എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ബാബുവിൻ്റെ രാജി ഏതാണ്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ തന്നെ പുറത്തേക്ക് വാർത്തകൾ എത്തുന്നു. ഒരുപക്ഷെ 3:30 ബാബു ആ രാജി പ്രഖ്യാപിക്കും എന്ന് കാണുമ്പോൾ സുകേഷിൻ്റെ ഒരുപക്ഷെ മാണിയുമായി ബന്ധപ്പെട്ടും ബാബുവുമായി ബന്ധപ്പെട്ടും കോടതിയുടെ നടപടിക്രമങ്ങളിൽ വേർതിരിച്ച് കാണുമായിരിക്കും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഒറ്റ കേസായി മാത്രമേ കാണാനാകൂ. അങ്ങനെയെങ്കിൽ സുകേഷിൻ്റെ വഴിമാറ്റവും അതുമായി ബന്ധപ്പെട്ട വിമർശനവും ഒക്കെ ഇന്ന് വിജിലൻസിനെ വിമർശിച്ചുകൊണ്ട് കോടതിയുടെ പരാമർശവും ഗൗരവതരമായി തന്നെ എടുക്കേണ്ടതാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയും സർക്കാരും വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് നിഷ്പക്ഷമായി തന്നെ നിരീക്ഷിക്കേണ്ടി വരില്ലേ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്നതിനപ്പുറത്തേക്ക്? അജിംഷാദ്, തീർച്ചയായും സർക്കാർ പ്രതിക്കൂട്ടിലാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. കാരണം പല രീതിയിലും പല അവസരങ്ങളിലും ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിലെ പല ഉന്നതരും മന്ത്രിമാരും കൈക്കൂലി വാങ്ങി എന്നുള്ളത് പല രീതിയിലും പുറത്തു വന്നതാണ്. അത് വിജിലൻസ് SP സുകേശൻ തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടി പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലക്കുമറിച്ചിൽ നടത്തുന്നത് നമ്മൾ കണ്ടു. മാണിക്കെതിരെ കേസെടുക്കാൻ തെളിവുകളില്ല, താൻ നേരത്തെ കണ്ടെത്തിയ തെളിവുകൾ ഒക്കെ അടിസ്ഥാനമില്ലാത്തതാണ്, അത് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് കോടതി പരിഗണിക്കാനിരിക്കുന്ന അവസ്ഥയിലാണ്, തിരുവനന്തപുരം വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുന്ന അവസ്ഥയിലാണ്. കേസ് ഡയറി ഉൾപ്പെടെ രേഖകൾ മുഴുവൻ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ വിജിലൻസ് കോടതി ഇപ്പോൾ കെ ബാബുവിനെതിരെ, അല്ലെങ്കിൽ കെ ബാബു ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം, അതും 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം, കോടതിയെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്, കോടതിയെ മണ്ടനാക്കരുത് എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായ വിമർശനവും കോടതി നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിലൂടെ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമാണ്. കോടതിക്ക് തന്നെ പ്രഥമദൃഷ്ട്യാ ഇക്കാര്യത്തിൽ
കേസ് അല്ലെങ്കിൽ പ്രഥമദൃഷ്ട്യാ കാര്യങ്ങൾ വസ്തുതകൾ ഇതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവും FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആവശ്യം ഉത്തരവ് കോടതി നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും ദിനകരൻ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇന്ന് പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ബാബുവിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബാബു 3:30 മണിക്ക് രാജി പ്രഖ്യാപിക്കും എന്ന വാർത്തകൾ എത്തുന്നു. ഇതിന് നിദാനമായത് കോടതിയുടെ വിമർശനമാണ്. വിജിലൻസിനെയും അടക്കം കോടതി ശക്തമായി വിമർശിക്കുകയും ചെയ്തു. FIR ഇട്ട് രജിസ്റ്റർ ചെയ്തോ എന്ന്. കോടതിയുടെ വിമർശനവുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി എത്താം. ആദ്യം ബാബുവിൻ്റെ രാജി സംബന്ധിച്ച്. അല്ല, ബാബുവിനെ സംബന്ധിച്ചിടത്തോളം രാജിയല്ലാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ട് നമുക്ക് കരുതാനാകില്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ടെലിഫോൺ വ്യക്തമല്ല, താങ്കൾ പറയുന്നത് കേൾക്കാം ആകുന്നില്ല. ഇവിടെ എന്തോ റേഞ്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു. അതായത് സുകേഷനുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്ത വിഷയം, രണ്ടാമത് സുകേഷൻ ആദ്യം നൽകിയ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് അടക്കം ഭരണകൂട സമ്മർദ്ദങ്ങൾ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ ഇടപെടുന്നു എന്ന്. ഒരുപക്ഷെ ബാബുവിന്റെ കേസ് മറ്റൊന്നായി കോടതിയിലെത്താം എങ്കിൽ പോലും ഇതൊന്നായി മാത്രമേ ബാർക്കോഴയെ കാണാൻ കഴിയുകയുള്ളൂ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് പീപ്പിൾ TV-യിലൂടെ ബിജു രമേശ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ സമഗ്രമായി ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ, ഇന്ന് കോടതി ചോദിച്ചത് വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ കൂടിയാണ്. അതായത് വിജിലൻസ് ഇത്രയും നാൾ എന്തു ചെയ്തു, ഇത്രയും സമയം എടുത്തിട്ട് എന്തു ചെയ്തു, ഇത് ഉന്നയിച്ച ആളിനെ ചോദ്യം ചെയ്തോ, മറ്റു കാര്യങ്ങൾ പരിശോധിച്ചോ വിജിലൻസ്? ഞഞ്ഞാ പിഞ്ഞ കേൾക്കാൻ കോടതിക്ക് താല്പര്യമില്ല. മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. ലോകായുക്തയിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നൽകി എന്നതിൻ്റെ പേരിൽ വിജിലൻസ് കോടതി അടച്ചുപൂട്ടണമെന്നാണോ പറയുന്നത്? ഇത്തരം പരാമർശങ്ങൾ രൂക്ഷമായി സർക്കാരിനെതിരെയല്ലേ അത്? ശ്രീ ഭാസുരേന്ദ്ര ബാബു, ടെലിഫോൺ. ഒരു പക്ഷേ ഇത്ര നിശിതമായ വിമർശനം ഈ കേസുമായി ബന്ധിപ്പിച്ചോ മറ്റേതെങ്കിലും കേസുമായി ബന്ധിപ്പിച്ചോ ഒരു സർക്കാരിൽ നേരിട്ടുണ്ടാകാൻ ഇടയില്ലാത്ത വണ്ണം, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ അതിന്റെ ഈ കമന്റുകൾ പറഞ്ഞിരിക്കുന്നത്. നിവൃത്തികേട് കൊണ്ട് കോടതിക്ക് പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. കോടതിയെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉമ്മൻചാണ്ടിയും ബാബുവും നടത്തുന്ന കളികളുണ്ടല്ലോ, അത് എല്ലാ അതിർത്തിയും സീമയും ലംഘിച്ചതിന് ശേഷം കോടതിക്ക് തന്നെ അത് പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഈ ബാർക്കോഴ കേസിന്റെ അന്വേഷണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അജിം ഷാ. അതുകൊണ്ട് തന്നെ ബാബുവിന് രാജിയല്ലാതെ വഴിയുമില്ല. രാജിവെക്കുക എന്നതല്ല, രാജിവെക്കാനുള്ള നിവൃത്തികേടിലേക്ക് സ്വയം ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരാളാണ് അയാൾ. അതുകൊണ്ട് തന്നെ 3:30 മണിക്ക് രാജിവെക്കുക എന്നതാണ് ഇനി അവശേഷിക്കുന്ന തീർച്ചയായും താങ്കളുടെ ടെലിഫോൺ കൂടി പരിഹരിക്കാനായി. അതായത് ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ സ്വയം രാജിയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട ആ രാഷ്ട്രീയ അധമത്വമാണ് അദ്ദേഹം കാട്ടിയത്. അതാണ് കേരളം കണ്ടതെന്ന് താങ്കൾ നിരീക്ഷിച്ചപ്പോൾ, അതായത് വിജിലൻസിന് ഒരു തരത്തിലും പരിചയമില്ലാത്ത അന്വേഷണ രീതികൾ പോലും മുമ്പോട്ട് വെക്കുന്നു. ത്വരിതാന്വേഷണം നടത്താതെ അത് നടത്തിയെന്ന് പറയുന്നു. ഇത്തരത്തിൽ കെ ബാബുവിനെ മാണിയിൽ നിന്നും വ്യത്യസ്തമായി രക്ഷിക്കാൻ ഒട്ടനവധി ശ്രമങ്ങൾ ഭരണകൂടം സമ്മർദ്ദങ്ങളായി നടത്തി, അന്വേഷണത്തിന്റെ പേരിൽ നടത്തി. ഇതൊക്കെ ഒടുവിൽ കോടതിയിൽ പൊളിയുന്നു. അങ്ങനെ നാണം കെട്ട് ബാബു മാറിപ്പോകുന്നു എന്നതാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അങ്ങനെ വേറെ വഴിയില്ല. രാജിവെക്കുക എന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ലല്ലോ. 1.5 മാസമേ തീർച്ചയായും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ക്ഷമിക്കണം, എന്താണെന്നറിയില്ല, ടെലിഫോൺ പകുതിയാകുമ്പോൾ മുറിഞ്ഞു പോകുന്നു. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, അതായത് മാണിക്ക് സമാനമായ സാഹചര്യം ഒരുപക്ഷെ വലിയ ഗൗരവത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു ബാബുവിനെതിരെ എന്ന് തന്നെ നിരീക്ഷിക്കട്ടെ. 3:30 മണിക്ക് ബാബു രാജിവെക്കും എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ അനൗദ്യോഗികമായി നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. UDF-നെ സംബന്ധിച്ച്, അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരിക്കുന്നു കോടതി വിധി. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങൾ. ഇതിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു മന്ത്രി നേരത്തെ ബാർക്കോഴയുടെ പേരിൽ രാജിവെച്ചിരിക്കുന്നു.
രണ്ടാമത് ഒരു മന്ത്രി രാജിവെക്കാൻ ഒരുങ്ങുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയമായി UDF-നും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയാണ്. ബാർക്കോഴ വിവാദവും തുടർന്നുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ KM മാണി നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയ നേതാവാണ്. കെ ബാബു ആവട്ടെ ആന്റണി പക്ഷത്തെ ഒരു പ്രമുഖനായ നേതാവ്, ദീർഘകാലം MLA ആയിരുന്നയാൾ, വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവ്, അതും എക്സൈസ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. അങ്ങനെയുള്ള ഒരു മന്ത്രി കൂടി രാജിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാർക്കോഴ വിവാദം ഈ ഗവൺമെന്റിനെ, ഈ UDF-നെ, മുന്നണിയെ തന്നെ ആകെ പിടിച്ചുലയ്ക്കുകയാണ് എന്നും പറയാൻ കഴിയും. ശ്രീ ജേക്കബ് ജോർജ്, അപ്പോൾ രാഷ്ട്രീയമായ നിരീക്ഷണത്തിന്, വിലയിരുത്തലിന്, വിമർശനത്തിന് ഒട്ടേറെ സാധ്യതകൾ കൂടി ഇവിടെ തെളിയുകയാണ്. നോക്കൂ, KM മാണിയുടെ വിഷയത്തിലും ബാബുവിന്റെ വിഷയത്തിലും നിരവധി തെളിവുകൾ വരുന്നു. പീപ്പിൾ TV-യിലൂടെയാണ് ആദ്യമായി ബിജു രമേശ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം തുടർചലനങ്ങളായി ഒട്ടനവധി വാർത്തകൾ നമ്മൾ തന്നെ നൽകി, കേരളത്തിൽ വിവിധ മാധ്യമങ്ങൾ നൽകി. കേരളം ഈ വിഷയം സമഗ്രമായി ഏറ്റെടുത്തു. നിരവധി തെളിവുകളും വിമർശനങ്ങളും എത്തി. അന്നൊക്കെ ഇന്ന് കോടതി പറഞ്ഞ ആ വാക്ക് തന്നെ കടമെടുത്തു ധരിക്കട്ടെ, ഞഞ്ഞാ പിഞ്ഞ ന്യായങ്ങൾ പറഞ്ഞ് നിരത്തി അതിനെ പ്രതിരോധിക്കാനാണ് നോക്കിയത്. ഈ ഘട്ടത്തിലാണ് ഒടുവിൽ കോടതിയുടെ ഇടപെടലിലൂടെ ഒരു ലെജിസ്ലേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മാറേണ്ടി വരുന്നത്. അത്തരം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായ മന്ത്രിമാർ അങ്ങനെ രാജിവെക്കുന്നു എന്നത് ഒരുപക്ഷെ ഭൂഷണമാണോ? നോക്കൂ, പഞ്ചസാര കുംഭകോണത്തിന്റെ ചെറിയൊരു ആരോപണം വന്നപ്പോൾ ആന്റണി രാജിവെച്ചിട്ട് പോയില്ലേ? അങ്ങനെ ഒരു മാതൃക കോൺഗ്രസിനില്ലേ? നിരീക്ഷിക്കുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ്. തീർച്ചയായിട്ടും, അതായത് വിജിലൻസ് വളരെ ലാഘവത്തോടു കൂടിയാണ് പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് എന്ന കാര്യം വളരെ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. കാരണം KM മാണിക്കാര്യം ആദ്യം അന്വേഷിച്ച സുകേശൻ വളരെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത് KM മാണി കോഴ മേടിച്ചതിന് വലിയ ശക്തമായ തെളിവുകളുണ്ട്. പക്ഷെ വീണ്ടും തുടരന്വേഷണം വന്നപ്പോഴത്തേക്ക് അതെല്ലാം നേരത്തെ പറഞ്ഞ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെയും തെറ്റാണ്. അദ്ദേഹം ഒരു തരത്തിലുള്ള കോഴയും കൈക്കൂലിയും വഴിപെട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ തന്നെ വിജിലൻസിന്റെ ഒരു ആധികാരികതയും അതിന്റെ വിശ്വാസ്യതയും രണ്ട് റിപ്പോർട്ടുകളിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഏത് റിപ്പോർട്ടാണ് ശരി എന്ന് എഴുതിയ സുകേശിന് പോലും അറിയാൻ വയ്യാത്ത സ്ഥിതി വരുന്നു. അതിനുശേഷം ഇപ്പോൾ K ബാബു അതേ വിജിലൻസിന്റെ പിഴവിന്റെ പേരിൽ കോടതിയിൽ പ്രതികൂട്ടിലാവുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസ് രാഷ്ട്രീയം വളരെ സമഗ്രമായി വിലയിരുത്തുന്ന ആളെന്നുള്ള നിലയിൽ ഈ ഘട്ടത്തിലൊരു ചോദ്യം, അതായത് ഇത്തരത്തിലുള്ള കാര്യം ഒരുപക്ഷെ മാണിക്കെതിരെ ആയിരുന്നാലും സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഉപരോധം തീർത്തതും അത്തരത്തിൽ പ്രതിഷേധം കേരളത്തിൽ ആഞ്ഞടിച്ചതും പീപ്പിൾ TV കൊണ്ടുവന്ന വാർത്തയാണ്. ഒരുപക്ഷെ അത്തരം ആ ധാർമ്മിക പശ്ചാത്തലത്തിൽ കൂടിയാണ് ബാർക്കോഴയും പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. KM മാണി രാജിവെക്കുന്നു, K ബാബു ഇതാ 3:30-ക്ക് രാജി പ്രഖ്യാപിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായ വാർത്ത പുറത്തെത്തുന്നു. കോടതിയുടെ വിമർശനം ഇങ്ങനെ എത്തുന്നു. മറഞ്ഞിരുന്ന് ഇതൊക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരാളുണ്ട്. റിസീവിംഗ് പോയിന്റിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തന്നെയാണ്. അങ്ങനെയെങ്കിൽ നേതൃമാറ്റം എന്ന പ്രശ്നം സംബന്ധിച്ച് ചെന്നിത്തല അയച്ചു എന്ന് പറയപ്പെടുന്ന കത്തുമായി ബന്ധപ്പെട്ടൊക്കെ നേതൃപ്രശ്നമായി കൂടി ഇത് ഉയരാൻ സാധ്യതയില്ലേ? സുധീരൻ എന്ന ആദർശധീരൻ അവിടെ നിൽക്കുന്നു. അതേപോലെ പല വിഷയങ്ങൾക്കും ഇത് കളം ഒരുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വിജിലൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിജിലൻസിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? വെരിഫിക്കേഷൻ ഉത്തരവ് വന്നതിന് ശേഷം എന്തുകൊണ്ട് അത് സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ വിജിലൻസിന് കഴിഞ്ഞില്ല? വിജിലൻസിന്റെ ചുമതല വഹിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പടലപ്പിണക്കത്തിൽ സാധ്യത വളർന്നിരിക്കുകയാണ്. PM സുധീരൻ ഇവരെ ഉടൻ തന്നെ ആശ്ചര്യത്തോടുകൂടി വന്നിരിക്കുന്നു. 3 ചേരികൾ കോൺഗ്രസിലുണ്ട്. ആ ചേരികൾ തമ്മിലുള്ള പരസ്പര സംശയം, അതിന്റെ അകത്തുള്ള സംഘർഷം, തീർച്ചയായിട്ടും അതിനുള്ളിലെ അണ്ടർ കറൻസ്, അടിയൊഴുക്കുകൾ സ്വാഭാവികമായിട്ടും അതൊക്കെ പുറത്തു വരും. ജയിച്ചു കിട്ടിയ ഒരു ഐക്യം, സോണിയാഗാന്ധി വന്ന് ഉണ്ടാക്കിയ ഒരു ഐക്യം, അതുപോലും കാറ്റിലേക്ക് പറന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെയും ഉന്നയിച്ച് പ്രതിപക്ഷമല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും ബാർ ഉടമസ്ഥന്മാരും മറ്റു കേന്ദ്രങ്ങളും ഉന്നയിച്ച ആരോപണങ്ങൾ, കൊടുത്ത കേസുകൾ, അതൊക്കെയാണ് UDF-നെ ഇപ്പോൾ പ്രതികൂട്ടിലാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. തീർച്ചയായും. അതായത് അക്കമിട്ട് നിരത്തുമ്പോൾ ഒന്ന് സോളാറുമായി ബന്ധപ്പെട്ട് DGP കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഗൗരവമാണ്. ഈ വിഷയത്തിൽ നിന്ന് മാറുകയല്ല എങ്കിൽ പോലും ഇതൊക്കെ സമഗ്രമായി കണക്റ്റഡ് ആണ്. അത്തരത്തിൽ അതായത് TJ ജോസ് കോപ്പിയടിക്ക് പിടിച്ച അതേ IG ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞു എന്നാണ് DGP പറയുന്നത്.
അങ്ങനെയെങ്കിൽ അത് ആർക്ക് വേണ്ടി ചെയ്തു എന്നത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ധാർമ്മികമായി എല്ലാ വശത്തും ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി കിട്ടുന്നു എന്ന് തന്നെ പറയണ്ടേ? കെ ബാബുവിൻ്റെ ഈ രാജിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രാജി വെക്കാൻ പോകുന്നു, കെ ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വിജിലൻസ് കൂടി ഇതിനകത്തേക്ക് കടന്നെത്തുന്നു എന്നതാണ്. വിജിലൻസ് കടന്നെത്തുമ്പോൾ സ്വാഭാവികമായും ചെന്നിത്തലയും എത്തും. ആ ഗ്രൂപ്പ് വൈര്യങ്ങളുടെ പ്രശ്നം ഒരുപക്ഷെ കാര്യങ്ങളെ ഈസിയായി കടന്നു പോകാൻ അനുവദിക്കും എന്നാണ് താങ്കൾ നിരീക്ഷിച്ചതെങ്കിൽ സുധീരന്റെ സാന്നിധ്യം അവിടെ അന്വേഷണം ആരംഭിച്ചപ്പോൾ, കെ മണിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഒരു പക്ഷേ അന്ന് വിജിലൻസിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ആ കേസ് വേണമെങ്കിൽ രക്തശുഷ്കാന്തി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ ആ കേസിൽ മണിയെ ഹേമൊന്ന് തട്ടാതെ രക്ഷിക്കാമായിരുന്നു. ഒരു അന്വേഷണം ഈ ഇതുപോലെയുള്ള സുകേഷിനെ പോലെയുള്ള കർശനക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാതെ വേറെ ഒരു വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നടത്താമായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല അവിടെ നേരെ വരട്ടെ, അന്വേഷണം നേരെ നടക്കട്ടെ എന്നൊരു നിലപാടെടുത്തു. പക്ഷെ ബാബുവിന്റെ കാര്യത്തിൽ ഈ ഒരു അവസ്ഥ ആയിരുന്നില്ല. ബാബുവിന്റെ കാര്യത്തിൽ വിജിലൻസ് വളരെ അധികം അലംഭാവം കാണിച്ചു, വളരെയധികം താമസം കാണിച്ചു. വിജിലൻസിനെ പോലെ നമ്മൾ കേരളത്തിലെ ജനത വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വിജിലൻസ് സംവിധാനം ഇങ്ങനെ അതിന്റെ നടപടികളിൽ പാളിപ്പോകുന്നത് കോടതി പ്രത്യേകം ശ്രദ്ധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. തീർച്ചയായിട്ടും അതാണ് ഈ ഗവൺമെന്റിനെ വല്ലാതെ ഉലയ്ക്കാൻ പോകുന്നതും. അത് തന്നെയാണ്. അതായത് ശ്രീ ജേക്കബ് ജോർജ് 3 മണിക്ക്, 3:30 എന്ന് നേരത്തെ തെറ്റിപ്പറഞ്ഞതാണ്, 3 മണിക്ക് അല്പസമയത്തിനകം, ഏതാണ്ട് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ ഇനി കെ ബാബുവിൻ്റെ ആ വാർത്താ സമ്മേളനത്തിന്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ വാർത്താ സമ്മേളനത്തിൽ എന്താകും ബാബു പറയുക? ജേക്കബ് ജോർജ്. അല്ല, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ, നേരത്തെ കെ ബാബു പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കെ ബാബുവിന് രാജിവെക്കുകയല്ലാതെ വേറെ വഴിയില്ല. രാജിവെക്കും. ഒരുപക്ഷെ രാജി തീരുമാനം തന്നെയായിരിക്കും 3 മണിക്ക് നടക്കുന്ന പത്രസമ്മേളനത്തിൽ ബാബു അറിയിക്കാൻ പോകുന്നത്. മുമ്പിൽ വേറെ വഴിയില്ല രാഷ്ട്രീയമായി. പക്ഷെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കെ ബാബുവിന്റെ രാജി ആന്റണി പക്ഷത്തിന് വലിയ ആഘാതമേൽപ്പിക്കും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക്. അതാണ് കോൺഗ്രസിനകത്തെ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. കാരണം ബാബു ആന്റണി പക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്നയാളാണ്, മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കെ ബാബുവിന്റെ രാജി മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയായിരിക്കും. തീർച്ചയായും ബാബുവിന് വിജിലൻസ് തന്നെ പല വിധത്തിലും പറഞ്ഞതായ കാര്യങ്ങൾ അന്വേഷണം നടത്താതെ, ശീലമില്ലാത്ത അന്വേഷണം പോലും വിജിലൻസ് നടത്തി ബാബുവിന് വേണ്ടി. ഇത്തരത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ബാബുവിന് വേണ്ടി ചെയ്തു, വഴിവിട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ പരിരക്ഷ ഉള്ളത് കൊണ്ടാണ് എന്ന വിമർശനമുണ്ട്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ആരോപണങ്ങൾ നീളുന്നു ബാബുവിലൂടെ എന്ന് പ്രതിപക്ഷം പോലും ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലൊക്കെ താങ്കളുടെ നിരീക്ഷണം വളരെ പ്രസക്തമാവുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ദയവായി തുടരുക. കെ ബാബു ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കെ ബാബു രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശവും വിജിലൻസിനെതിരായ രൂക്ഷ വിമർശനവും ഒക്കെയാണ് കോടതിയിൽ ഇന്ന് അരങ്ങേറിയത്. തുടർന്നാണ് ബാബുവിൻ്റെ രാജി ആസന്നമായ ഘട്ടം രാഷ്ട്രീയ കേരളത്തിൽ രൂപപ്പെട്ടത്. 3 മണിക്ക് അല്പസമയത്തിനകം കെ ബാബു തന്നെ രാജി പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനം നടത്തിയേക്കും. കെ ബാബുവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും, പക്ഷേ അതിൽ രാജി പ്രഖ്യാപിക്കും എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായവും വിലയിരുത്തലും പുറത്തെത്തുന്നത്. ഇപ്പോൾ ഡാനി പോൾ ഒരിക്കൽ കൂടി ചേരുന്നു. ഡാനി, 3 മണിക്കല്ലേ കെ ബാബുവിൻ്റെ വാർത്താ സമ്മേളനം? ഡാനി, തീർച്ചയായും ഒരിക്കൽ കൂടി ജേക്കബ് ജോർജ്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനിലേക്ക് തന്നെ പോയാൽ. ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ പറഞ്ഞു വന്നത് ഉമ്മൻചാണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്നത്. നോക്കൂ, പ്രതിപക്ഷം അടക്കം പറഞ്ഞിരുന്നത് മാണിയുടെ കോഴവാങ്ങൽ പോലെയല്ല, കെ ബാബുവിൻ്റെ കോഴവാങ്ങലുകൾക്ക് പിന്നിലുള്ള കൈ മുഖ്യമന്ത്രിയുടേത് തന്നെയാണ്, ഉമ്മൻചാണ്ടിയുടേത് തന്നെയാണ് എന്ന് പ്രതിപക്ഷം അടക്കം പറയുന്ന ഒരു ഘട്ടമുണ്ടായത് ഇങ്ങനെയാണ്. താങ്കൾ നിരീക്ഷിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ വലം കൈയായി കെ ബാബു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ബാബുവിൻ്റെ രാജി, ബാബു ഇപ്പോൾ നേരിടുന്ന കോടതി വഴി നേരിട്ട പ്രതിസന്ധി ഒക്കെയും ഉമ്മൻചാണ്ടിയെ തന്നെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. അങ്ങനെയാണ് താങ്കൾ നിരീക്ഷിച്ചു വന്നത്. ശ്രീ ജേക്കബ് ജോർജ്. ബാബു, ഞാൻ കൈക്കൂലിയുടെ കാര്യത്തിൽ എനിക്ക് പങ്കില്ല, പറയുന്നില്ല.
അത് ഞാൻ നമ്മൾ അത് പറയാറായിട്ടില്ല. അല്ലല്ല, പ്രതിപക്ഷ ആരോപണം മാത്രം ഞാൻ സൂചിപ്പിച്ചു. പരാതിയും ഒക്കെ നിലനിൽക്കുന്നേ ഉള്ളൂ, എനിക്ക് അതിനകത്ത് പങ്കില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ കെ ബാബു ഉമ്മൻചാണ്ടിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. ഒരു മറ്റം ഉണ്ടല്ലോ, ഒരു സംഘം, വളരെ ശക്തമായ ഒരു ഗ്രൂപ്പാണ് അന്യപക്ഷം. അതിനകത്ത് അതിലെ ബെന്നി ബെഹനാനുണ്ട്, കെ ബാബു, വിഷ്ണുനാഥ്, അങ്ങനത്തെ ഒരു സംഘമുണ്ട്. പഴയ ഒരു സംഘം തന്നെയാണ്. അവരുടെ അതിൽ ഒരാളാണ്, പ്രമുഖനാണ് കെ ബാബു. എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയാണ്. കേരളം ഇത് പ്രധാനപ്പെട്ട ആളാണ് കെ ബാബു. അങ്ങനെയുള്ള കെ ബാബു ബാർക്കോഴ കേസിൽ എക്സൈസ് മന്ത്രി രാജിവെക്കേണ്ടി വരിക, കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട ആൾ രാജിവെക്കേണ്ടി വരിക, അത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല, ആന്റണിപക്ഷത്തിന് മാത്രമല്ല, അത് ഈ ഗവൺമെന്റിന് തന്നെ, കോൺഗ്രസിന് തന്നെ വളരെ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെടുത്ത് വരുന്നു, ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയാവുന്നത്. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജാണ് സമഗ്രമായി നിരീക്ഷിച്ചു വന്നത്. കെ ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനത്തിൽ കോടതിയുടെ പരാമർശങ്ങൾ ഒടുവിൽ വളരെ രൂക്ഷമായ രാഷ്ട്രീയ സാഹചര്യത്തിന് കൂടിയാണ് കേരളത്തിൽ വഴിവെച്ചിരിക്കുന്നത്. കെ ബാബു രാജിവെക്കണം എന്ന് പ്രതിപക്ഷം അടക്കം ആരോപണം ശക്തമാക്കിയ സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ കെ ബാബു തന്നെ വാർത്താ സമ്മേളനം നടത്തും. ഒരുപക്ഷെ ബാബു വാർത്താ സമ്മേളനത്തിലൂടെ തൻ്റെ രാജിപ്രഖ്യാപനമാകും നടത്തുക എന്ന വിവരം കൂടി പുറത്തെത്തുന്ന സാഹചര്യത്തിൽ സമഗ്രമായ രാഷ്ട്രീയ വിലയിരുത്തലുകളുമായി KG ദിനകർ കൂടി ചേരുകയാണ്. ദിനകർ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കേരളം ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു സംഭവം, ഒരുപക്ഷെ ദിനകർ ഇരിക്കുന്ന അതേ സീറ്റിൽ ഇരുന്നു കൊണ്ടാണ് ബിജു രമേശ് പറഞ്ഞത് ബാബുവിൻ്റെ കോഴക്കാര്യവും മാണിയുടെ കോഴക്കാര്യവുമൊക്കെ പീപ്പിൾ TVയിലൂടെ. യഥാർത്ഥത്തിൽ അതൊടുവിൽ കോടതിയിലേക്കും ഭരണകൂട നിസ്സംഗതകൾക്ക് ജുഡീഷ്യറിയുടെ ഇടപെടലിന് ഒരിക്കൽ കൂടി കേരളം വേദിയാകുന്നു. അങ്ങനെ ബാബു രാജിയുടെ വഴിയിലേക്ക് എത്തുന്നു എങ്കിൽ സമഗ്രമായി വിലയിരുത്തുമ്പോൾ അജിംഷാദ്, തീർച്ചയായും ബിജു രമേശ് KM മാണിക്കെതിരെയും അതോടൊപ്പം തന്നെ കെ ബാബുവിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. അത് പീപ്പിൾ TVയിലൂടെയാണ് ലോകം ആദ്യമായി അറിയുകയും ചെയ്യുന്നത്. കെ ബാബു ഇന്ന് 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും KPCC അധ്യക്ഷൻ VM സുധീരനുമായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായും ഘടകകക്ഷി നേതാക്കളുമായും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളുമായും അദ്ദേഹം ഫോണിലൂടെ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. VM സുധീരൻ നിലപാട് പറയുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കോടതി വിധി ഗൗരവതരം എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ കെ ബാബുവിൻ്റെ രാജി തന്നെയാണ് അദ്ദേഹവും ആഗ്രഹിക്കുന്നത്. അത് വ്യക്തമായ സൂചന KPCC അധ്യക്ഷൻ VM സുധീരൻ കെ ബാബുവിന് നൽകിക്കഴിഞ്ഞു. രാജിവെക്കുന്നതാണ് ഉചിതം എന്ന ഒരു ഉപദേശം, എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കെ ബാബു തൻ്റെ രാജ്യസന്നദ്ധത മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 3 മണിക്ക് ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ രാജി പ്രഖ്യാപിക്കും എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്നാൽ FIR രജിസ്റ്റർ ചെയ്ത ശേഷം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ അതിനുശേഷം കുറിച്ച് ആലോചിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടും ഒരു വിഭാഗം നേതാക്കൾക്ക് ഇടയിൽ ഉണ്ട്. എന്തായാലും കോടതിയുടെ നിലപാട് UDF-നും കോൺഗ്രസിനും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിന് ഇതിൽ മറുപടി പറയാതെ പോകാൻ കഴിയുകയില്ല. കാരണം KM മാണി രാജിവെച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോഴും അത് UDF-നെ വേട്ടയാടപ്പെടുകയും ചെയ്യുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയും ചെയ്യുന്നു. അടുത്ത മാസം കേസ് ഡയറി ഉൾപ്പെടെ ഹാജരാക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഇടുകയും. ശരി ദിനകർ, VS സുനിൽകുമാർ കൂടി ചേരുകയാണ്. ശ്രീ VS സുനിൽകുമാർ, നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാകുന്നു എന്ന് തോന്നുന്നു. കോടതിയുടെ പരാമർശത്തിനാണെങ്കിൽ പോലും ബാബു രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു എന്നാണ് അറിയാനാകുന്ന വാർത്ത. ഒരുപക്ഷെ 3 മണിക്ക് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനമുണ്ട്. അദ്ദേഹം ചെയ്യേണ്ടത് രാജി സന്നദ്ധത അറിയിക്കല്ല, രാജിവെച്ച ശേഷം പത്രസമ്മേളനം നടത്താണ് വേണ്ടിയിരുന്നത്. കെ ബാബു ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ സാഹചര്യത്തിൽ തനിക്കെതിരായ FIR ഇടാൻ ഒരു കോടതി പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണം. ഇതിന് കാരണം ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ള വിജിലൻസ് അദ്ദേഹത്തിനെതിരെ FIR ഇടാനുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംരക്ഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അതെല്ലാം പരിഗണിച്ച് കോടതി ബാബുവിനെതിരായി കെ ബാബുവിനെതിരായി FIR ഇടണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം ബാബു രാജിവെക്കണം. അത് രാജിവെച്ചാൽ മാത്രം പോരാ, ഈ വിജിലൻസ് സംവിധാനം തിരിച്ചുവിടാൻ തയ്യാറാകണം. കാരണം വിജിലൻസ് എന്ന് പറയുന്ന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനത്തെ അല്ലറ ചില്ലറ
കാര്യങ്ങൾ പിടിക്കാനല്ലാതെ ഉന്നത തലത്തിലെ അഴിമതി കണ്ടുപിടിക്കാനുള്ളതല്ല എന്ന് മാത്രമല്ല, ഉന്നത തലത്തിൽ നടക്കുന്ന അഴിമതിയെ, രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയെ സംസ്കരിക്കാനുള്ള ഒരു ഏജൻസിയായി എന്തിനാണ് ഇങ്ങനെ ഒരു ഏജൻസിയുടെ ആവശ്യം? അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഈ വിജിലൻസ് ഡയറക്ടർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം. കാരണം കെ ബാബു മാത്രമല്ല, വിജിലൻസ് ഡയറക്ടർ ഈ റിപ്പോർട്ട് കൊടുത്ത ആളാണല്ലോ, വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസാണല്ലോ. എന്തിനാണ് റിപ്പോർട്ട് കൊടുത്ത ആ ഉദ്യോഗസ്ഥന് എന്തിനാണ് ഏജൻസി എന്തിനാണ് ഇനി? അതാണ് തീർച്ചയായും ശ്രീ വി എസ് സുനിൽകുമാർ, അങ്ങനെയാണെങ്കിൽ മറുപക്ഷത്തിന് ചോദിക്കാനും മറ്റൊന്നില്ലേ? അതായത് സുകേഷിനടക്കം അന്വേഷിച്ച് ബോധ്യമായി ഇക്കാര്യത്തെക്കുറിച്ചൊന്നും ഒരു കേസെടുത്ത് മുമ്പോട്ട് പോകാനാകില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം, അതുകൊണ്ട് കെ ബാബു നേരത്തെ പറഞ്ഞതുപോലെ FIR രജിസ്റ്റർ ചെയ്താൽ താൻ രാജിവെക്കുമെന്ന സാഹചര്യം മാറിയില്ലേ രാഷ്ട്രീയമായി? ഒരുപക്ഷെ അവർക്ക് അത്തരം ചില തുരുത്തുകൂടിയില്ലേ? എന്ത് തിരുത്തുന്നാണ് ഈ പറയുന്നത്? FIR ആദ്യം സത്യം പറഞ്ഞാല് പിന്നെ ലളിതകുമാരി കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു FIR ഇട്ടുകൊണ്ട് ഞാൻ രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ KM മാണിയുടെ സാഹചര്യം മാറിയില്ലേ? ഇവിടെ കെ ബാബുവിനെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും പിന്നെ തെളിവും കിട്ടിയിട്ടില്ലെന്നും FIR ഇടാൻ പോലുമുള്ള കാര്യമില്ല എന്നും പറഞ്ഞ് പ്രിലിമിനറി റിപ്പോർട്ട് വയ്ക്കുകയും അത് ഹൈക്കോടതിയിൽ അഫിഡവിറ്റായി കൊടുക്കുകയും ചെയ്തതിനു ശേഷം കോടതി തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് FIR ഇടണമെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം തുടരാൻ കഴിയുമോ? എന്ത് ന്യായം പറഞ്ഞാണ് ഇവർക്ക് നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് കെ ബാബു അദ്ദേഹം പിന്നെ മാന്യമര്യാദയിൽ അത് രാജിവെക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വി എസ് സുനിൽകുമാർ ദയവായി നിൽക്കുക. ഇപ്പോൾ നമ്മുടെ PC ജോർജ് കൂടിയുണ്ട്. ശ്രീ PC ജോർജ്, ടെലിഫോണിലാണെങ്കിലും താങ്കളുടെ സന്തോഷം ഞാൻ മണത്തറിഞ്ഞു. എനിക്കറിയാം. ശ്രീ PC ജോർജ് പറയുന്നത് വ്യക്തമാകുന്നില്ല. അതായത് ശ്രീ PC പറയൂ. അതായത് രാഹു 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കട്ടിട്ടില്ല, കോൺഗ്രസ് ആണെന്ന് അർത്ഥം. 10 കോടി രൂപ അദ്ദേഹത്തിന്റെ കൈവശം വന്നു എന്നുള്ളത് നിഷേധിക്കാൻ പറ്റില്ല. 1 കോടി മാണിയുടെ വന്നു, 1 കോടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിഷേധിച്ചപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ വന്നിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേണ്ടെന്ന് വെച്ചതാ. അപ്പം ഈ കാശ് എവിടെ തെളിയണ്ടേ? അപ്പൊ ബാബു പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ബാബുവിന് ബോധ്യമുണ്ട് ഈ കാശ് കോൺഗ്രസ് പാർട്ടിയുടെയാണ്, ബാബു എല്ലാം ബാബുവിന് ഒറ്റയ്ക്ക് പോഷിക്കാൻ പോകണ്ട, ആ അഹങ്കാരമാണ്. അതുകൊണ്ട് ബാബു രാജിവെക്കാല്ല. KPC പ്രസിഡന്റ് ഔദാര്യമൊന്നും ആവശ്യമില്ല ബാബുവിന്. ബാബു രാജിവെക്കും. ബാബു രാജിവെക്കുന്ന അറിയാവുന്ന KPC പ്രസിഡന്റ് മുഴുപ്പ് പറഞ്ഞോണ്ടെങ്കിൽ അത്രയും ചെയ്യേണ്ടത് എന്താ? സാമാന്യ മര്യാദയുണ്ടെങ്കിൽ ഈ അഴിമതിക്കെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദമുണ്ടെന്നാണ് KPC പ്രസിഡന്റ് പറയുന്നതെങ്കിൽ ഉടനെ KPCC എക്സിക്യൂട്ടീവ് വിളിച്ചു കൊണ്ടണം, ജാഥ നിർത്തിവെക്കണം. ആ എക്സിക്യൂട്ടീവ് വെച്ച് ചർച്ച ചെയ്തിട്ട് മാന്യന്മാരായ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ അതിനകത്തുണ്ട്. അവർ സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ആ ഉമ്മൻചാണ്ടിയാണ് രാജിവെക്കേണ്ടത്, ഉമ്മൻചാണ്ടി രാജിവെപ്പിക്കണം എന്നിട്ട് വർത്തമാനം പറയാം. എന്നിട്ട് KPC പ്രസിഡന്റ് വിളിപ്പ് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ കേരളത്തെ ജനഗണത്തിൽ ചെലവാവില്ല. 25 കോടി രൂപ ആകെ തിരിച്ചിട്ടുണ്ട്. ആ 10 കോടി എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കമ്മീഷൻ ഉൾപ്പെടെ മുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ബാക്കി 15 ഈ ബാറുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടം. താങ്കൾ പാവം ഉമ്മൻചാണ്ടിയാണ് കൈ ചൂണ്ടുന്നതെന്ന് അറിയാം. അതെ, എന്താ സംശയം? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടല്ലേ കാശ് കൊണ്ടുപോയി ബാർ ഓണേഴ്സ് അസോസിയേഷൻ. എനിക്ക് 100% ബോധ്യമാണ്. തൃശ്ശൂർ കോടതിയുടെ വിധികൾ വന്ന സാഹചര്യത്തിൽ വിജിലൻസ് എന്ന് പറഞ്ഞതിനെ എവിടെ കൊണ്ട് എത്തിച്ചു? വിജിലൻസ് നീതിന്യായ വ്യവസ്ഥയിൽ വിജിലൻസിന്റെ വിശ്വാസമില്ലെന്ന് വന്നപ്പോൾ വിജിലൻസ് പിരിച്ചുകൊണ്ടേ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റണ്ടേ? ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ വിജിലൻസോ പോലീസോ ശരിയല്ല. നിയമ സംവിധാനത്തെ തകർക്കുമെന്ന് ധരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ആ സ്ഥാനത്ത് ഇറക്കിവിടാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി കാണിക്കണ്ടേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. കോടതിയെപ്പോലും അപമാനിക്കുന്ന നിലയിലേക്ക് നീങ്ങി ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി KM മാണി കുഞ്ഞാലിക്കുട്ടി സഖ്യം, അതിനകത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് മതിയായിട്ടുണ്ട്. KM മാണി ഇപ്പൊ BJPയുടെ സഖ്യത്തിലേക്ക് പോയി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി ഒറ്റയാണ്. ആ ഉമ്മൻചാണ്ടിയെ കളയാൻ എന്തിനാണ് KPC പ്രസിഡന്റ് ഇത്ര വിഷമിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ ശ്രീ PC ജോർജ്, 3 മണിക്ക് ഏതാണ്ട് 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ സമയം. അങ്ങനെയെങ്കിൽ 3 മണിക്ക് കെ ബാബുവിന്റെ വാർത്താ സമ്മേളനത്തിൽ ബാബു രാജി പ്രഖ്യാപിക്കുകയാകുമോ? 100% ഞാൻ വിശ്വസിക്കും. എനിക്ക് ബാബുവിനെ അറിയാം. ബാബു പറഞ്ഞവർ ചെയ്യുന്നവനാ. അങ്ങനെയെങ്കിൽ ബാബു രാജിവെച്ചാൽ അടുത്ത നീക്കം എന്താകും? എങ്ങനെയാകും? കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും മറ്റും? UDF ഇപ്പൊ തന്നെ തകർന്നത്. UDF-ന്റെ പ്രഥമ കക്ഷി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കക്ഷി ലീഗ. ലീഗ് ഇടതുപക്ഷമായി സഹകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആരോചിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് PC ജോർജ്, ഞാൻ ഉദ്ദേശിച്ചതല്ല. കെ ബാബു രാജിവെക്കുകയാണെങ്കിൽ പൊതുവെ പറയുന്നത് കെ ബാബു ആരുടെയോ വലങ്കൈയാണെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാകും?
കെ ബാബു രാജിവെച്ചാൽ അടുത്ത ഘട്ടം എന്താകും? ഉമ്മൻചാണ്ടിയുടെ ഡയറക്റ്റ് ആളാണ് കെ ബാബു. ആ കെ ബാബു രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതിന് തുല്യമായി മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി തന്നെ രാജിവെക്കാനുള്ള സാധ്യതയിലേ അതിനകത്തുള്ളത്. ഇനി ഉമ്മൻചാണ്ടിക്ക് ഒരു നിയമസഭയെ ഫേസ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. KPCCക്ക് ചെയ്യാവുന്ന ഒന്നെങ്കിൽ ഉമ്മൻചാണ്ടിയെ കൊണ്ട് രാജിവെപ്പിച്ചുകൊണ്ട് ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്ക് ആരെങ്കിലും അല്ലെ KPCC പ്രസിഡന്റോ ആരെങ്കിലും ചാർജ് എടുത്തിട്ട് മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ MLA ആരെങ്കിലും പിടിച്ച് മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം. സാമ്പത്തിക രംഗം തകർന്നാൽ 1,63,000 കോടി രൂപ കടമുള്ള സ്റ്റേറ്റ് ആക്കി കേരളത്തെ മാറ്റിയ 4.25 വർഷത്തെ ഭരണമാണ് മാണി ഉമ്മൻചാണ്ടി കൂടെ നടത്തിയത്. കാർഷിക മേഖല തകർന്നു, എല്ലാം തകർന്ന് തരിപ്പണമാക്കി വെച്ചിരിക്കല്ലേ. ആ നിലയ്ക്ക് ഭരിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭരിക്കാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ PC ജോർജ്, കെ ബാബു രാജിവെക്കുന്ന ഒരു സാഹചര്യം തൊട്ടു മുമ്പ് ചെന്നിത്തല നിഷേധിച്ചുവെങ്കിൽ പോലും നമുക്കറിയാം ചെന്നിത്തല അയച്ച ഒരു കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ അയച്ച കത്തുമായി ബന്ധപ്പെട്ട് ചെന്നിത്തല ഉന്നയിച്ചിരുന്നത് നേതൃമാറ്റം വേണം, ഇമേജ് എല്ലാ തരത്തിലും പോയി ഉമ്മൻചാണ്ടിക്കെന്ന്. ഒരുപക്ഷെ വിജിലൻസ് കൂടി ഇവിടെ പ്രതികൂട്ടിലാകുന്ന സ്ഥിതിക്ക് ചെന്നിത്തല ഒരുപക്ഷെ കത്തയക്കില്ലായിരിക്കും. അവിടെയാണ് സുധീരന്റെ റോൾ എത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ നില പരിങ്ങലിലാവും, ഉറപ്പാണല്ലേ? പരിങ്ങലാണ്. എല്ലാ ദുർഗുണങ്ങളുടെയും അഴിമതിയുടെയും എല്ലാ വൃത്തികേടിന്റെയും കേന്ദ്രം ഉമ്മൻചാണ്ടി. ഏത് തെറ്റുണ്ടെങ്കിലും കേന്ദ്രമാരും ഉമ്മൻചാണ്ടി. ഈ അഴിമതിയുടെ ഉത്തരവാദിയാണ് ഉമ്മൻചാണ്ടി. സരിതക്കേസിന്റെ ഉറവിടം ഇവിടെ ഉമ്മൻചാണ്ടി. ഏത് കേസെടുത്തോളൂ, ഏത് കേസ്, നമ്മുടെ നിസാം കേസ് വന്നു, അതിനകത്ത് 3 കോടി വാങ്ങിയതിന്റെ കേസ് വരും. ഒന്നാം പ്രതി ഉമ്മൻചാണ്ടി. അവിടുത്തെ നിസാം കേസിലെ പാവപ്പെട്ട ചന്ദ്രപ്രസിന്റെ ഉടുപ്പും മുണ്ടും എല്ലാം കത്തിപ്പിച്ച് കളഞ്ഞ ആരോടും നേരുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര്. അപ്പൊ ഉമ്മൻചാണ്ടി എങ്ങനെ മുന്നോട്ട് പോകും? ഉമ്മൻചാണ്ടി രാജിവെക്കാനുള്ള ഒരു മാർഗവും ഇല്ല, ഒരു മാർഗവും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയാണ് മാന്യത എന്ന എന്റെ അഭിപ്രായം. അതല്ലെങ്കിൽ വേറെ ആളെ വെച്ചുകൊണ്ട് പോകണം. അത് KPCC പ്രസിഡന്റ് ആയിരിക്കും, ഈ സുന്ദരം വരെ MLA അല്ല. അപ്പൊ വരാവുന്ന എന്താ? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല വേണമെങ്കിൽ മുഖ്യമന്ത്രിയായി യോഗ്യനാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ രമേശ് ചെന്നിത്തല വിജിലൻസിന്റെ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണ്. ആരോപണം നിൽക്കുക, അദ്ദേഹം നിഷേധിക്കണം. ഇന്ന് കോടതി രൂക്ഷമായ വിമർശിച്ചിരിക്കുന്നത് ഇത്രയും നാള് 1 മാസം സമയം ചോദിച്ചപ്പോൾ ഇത്രയും നാള് എന്തെടുക്കുകയായിരുന്നു വിജിലൻസ് എന്ന് ചോദിച്ചു. ഞഞ്ഞാവിഞ്ഞ പറയരുതെന്ന് പറയരുതെന്നും കോടതി ആവശ്യപ്പെട്ടു വിജിലൻസിനോട്. ഞാൻ പറഞ്ഞ വിജിലൻസിന്റെ ഈ പരുവത്തിലായത് വകുപ്പ് മന്ത്രി രമേശ. അപ്പൊ രമേശ് പറഞ്ഞ എന്നെ മുകളിൽ കൂടെ ഉമ്മൻചാണ്ടി വിജിലൻസിനെ കൈകാര്യം ചെയ്ത് എനിക്ക് ഉത്തരവാദിത്തം പറയാനുള്ള ബാധ്യത രമേശ് കാണിക്കണം. ഉമ്മൻചാണ്ടി ഇറക്കിവിടണമെന്ന് അതെന്നെ മര്യാദ. അപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ ഇവരൊക്കെ ഒന്നിക്കുമോ പരസ്യമായി? ഒരുപക്ഷെ അയച്ച ചെന്നിത്തലയ്ക്ക് പോലും ധൈര്യമില്ലായിരുന്നു, ഇനിയും ഇപ്പൊ ധൈര്യമാകും എന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? ഇതിന്റെയൊക്കെ ഉള്ളറ അറിയാവുന്ന ആളോ? സംശയം വേണ്ട. കോൺഗ്രസ് MLA-മാർ തന്നെ ഉമ്മൻചാണ്ടി രാജി ആവശ്യപ്പെടുക. അതും നിയമസഭാ ഇലക്ഷൻ പോവാ. നിയമസഭ തിരിച്ചു കയറുന്ന ആഗ്രഹിക്കുന്ന MLA-മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി രാജി ആവശ്യപ്പെടും. സംശയം വല്ലതും ഉണ്ടോ? ആണല്ലേ? ഉറപ്പാണ്. അന്ന് ബിജു രമേശ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ ആദ്യമായി പീപ്പിൾ TV പ്രതികരണത്തിന് വിളിച്ചത് താങ്കളെയാണ്. അന്ന് മാണിയുടെ വിഷയത്തിലും അതെ, ബാബുവിൻ്റെ വിഷയത്തിലും അതെ, കാര്യങ്ങൾ കുറെ അങ്ങോട്ട് പോകട്ടെ, ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഗൗരവമായി വെളിപ്പെടുത്താനുണ്ട് എന്ന് താങ്കൾ അന്ന് പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിലെങ്കിലും ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പുതിയതായി കേരളത്തെ അറിയിക്കാൻ? പുതിയതായി ഒന്നും ഞാൻ പറയാം, എല്ലാം പറയട്ടെ. വരുമ്പോ അതിനെല്ലാം ശരിയാണ്. സത്യമേത മിഥ്യേത അതുകൊണ്ട് ഞാൻ പറയും. അതെല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും. ശ്രീ PC ജോർജ്, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ ഘട്ടത്തിൽ കെ ബാബുവിനെതിരെ രൂക്ഷമായ പരാമർശമാണ് ഇന്ന് വിജിലൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിജിലൻസ് കോടതി പറഞ്ഞു, വിജിലൻസിനെ രൂക്ഷമായി വിമർശിക്കുകയും 1 മാസം സമയം കൂടി ചോദിച്ച കാര്യത്തിൽ വിജിലൻസിനെ രൂക്ഷമായി വിമർശിക്കുകയും ഒപ്പം കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയ കേരളത്തിൽ സജീവമായ ചർച്ചയായി ഇത് രൂപപ്പെട്ടിരിക്കുന്നു. 3 മണിക്ക് ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ കെ ബാബു വാർത്താ സമ്മേളനം നടത്തും. കെ ബാബു രാജി അവിടെ പ്രഖ്യാപിക്കുമെന്നാണ് വിവിധ കോണുകൾ രാഷ്ട്രീയമായും നിരീക്ഷിക്കപ്പെടുന്നത്. അനൗദ്യോഗികമായി വാർത്താ ശേഖരണം എന്ന നിലയ്ക്കും നമുക്കും ബോധ്യമാകുന്നത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായും ആ മുഹൂർത്തത്തിനായി ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. കെ ബാബു രാജിവെക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കെ ബാബു രാജിവെക്കും എന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായങ്ങളും നമുക്കും ബോധ്യമാകുന്ന കാര്യം. ഇതിലേക്ക് നയിച്ചത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ബാബുവിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കാണിച്ച അലംഭാവത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കോടതി ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത്
ചെയ്ത് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ കോടതി വിധി വന്ന ശേഷം ബാബു നേരത്തെ തന്നെ പറഞ്ഞതുപോലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ താൻ രാജിവെക്കുന്ന കാര്യം അന്ന് ആലോചിക്കുമെന്ന കാര്യം കൂടി കെ ബാബു വെളിപ്പെടുത്തിയ സാഹചര്യം കൂടി കൂട്ടി വായിക്കുമ്പോൾ കെ ജി ദിനകർ. അജിംഷാദ്, തീർച്ചയായും UDFും കോൺഗ്രസും വലിയ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലം ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾ ഇവയായിരുന്നു. കെ ബാബുവിൻ്റെ ഓഫീസിൽ എത്തി പണം കൈമാറി എന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ബാർ ഉടമകളിൽ നിന്നും പിരിച്ച കോടിക്കണക്കിന് രൂപ KM മാണിക്കും ഒപ്പം ബാബുവിനും കൈമാറി 50 ലക്ഷം രൂപ കെ ബാബുവിന് കൈമാറി എന്നായിരുന്നു ബിജു രമേശിൻ്റെ ആരോപണം. അത് മന്ത്രിയുടെ ഓഫീസിലെത്തി മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട ഒരു വ്യക്തിക്ക് കൈമാറി എന്നായിരുന്നു അന്ന് ബിജു രമേശ് ഉന്നയിച്ച ആരോപണം. ഈ കാര്യത്തിലാണ് ഇപ്പോൾ കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിജിലൻസിനെ വിമർശിച്ചിരിക്കുന്നത്, വിജിലൻസിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലേക്കാണ് ചെന്ന് എത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളാണ് മന്ത്രി കെ ബാബു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും കെ ബാബു രാജിവെക്കുക. മറിച്ച് വി എം സുധീരനോ അതല്ലാതെ മറ്റാരെങ്കിലുമോ അതിനെ എതിർക്കാൻ നിന്നാൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ പോലും അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുമായി കെ ബാബു ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് ബാബുവിനോട് മറുപടി പറഞ്ഞത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം വി എം സുധീരൻ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. കോടതി വിധി ഗൗരവതരം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് ബാബു രാജിവെക്കുന്നതാണ് ഉചിതം എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ മന്ത്രി KM മാണി രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അദ്ദേഹം FIR രജിസ്റ്റർ ചെയ്തതിനും ശേഷം വീണ്ടും ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം രാജിവെച്ചത്. UDFിനെ അത് വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയിരുന്നു. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് UDFിൽ നിന്ന് തന്നെ, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അത്തരത്തിൽ ആവശ്യം ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇരട്ട നീതിയാണ് എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കെ ബാബുവിനെതിരെ കോടതിയുടെ പരാമർശം വന്ന ഉടൻ തന്നെ മന്ത്രി PJ ജോസഫിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. വളരെയേറെ പ്രസക്തമാണ് ആ വാക്കുകൾ. കോടതി വിധി മാനിക്കണം, കോടതി നിലപാടുകൾ അംഗീകരിക്കണം എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അതിലൂടെ കെ ബാബു രാജിവെക്കണം എന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഘടകകക്ഷികളിൽ നിന്നും ഇനി ഉള്ള പ്രതികരണം ഏത് രീതിയിലാകും എന്നത് സംബന്ധിച്ചും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്തായാലും 3 മണിക്ക് മന്ത്രി കെ ബാബു മാധ്യമപ്രവർത്തകരെ കൊച്ചിയിൽ കാണുന്നുണ്ട്. അത് തന്നെയാണ് ദിനകർ. അതായത് KM മാണിയുടെ സാഹചര്യം തന്നെ ബാബുവിന് രൂപപ്പെട്ടു എന്ന് ഒരുപക്ഷേ ഇവിടെ പ്രസക്തമാകുന്നത് ഇതാണ്. ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. വിജിലൻസിനെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ ജഡ്ജി പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല, ജഡ്ജ്മെൻ്റ് എന്താണെന്നാണ് നോക്കുന്നത്, അത് പരിശോധിച്ചിട്ട് തുടർ നടപടിയെടുക്കുമെന്നാണ്. മാണിക്കുണ്ടായ ഒരു സാഹചര്യം അതേപടിയല്ല കെ ബാബുവിന് ഒരുപക്ഷെ ഉണ്ടാവുക. അവിടെ ഇപ്പോൾ ഇടങ്കോലിട്ട് നിൽക്കുന്നത് KPCC പ്രസിഡന്റ് മാത്രമാണോ? എങ്ങനെയാണ് അതിൻ്റെ ഉള്ളറ രാഷ്ട്രീയം നീങ്ങുന്നത്? അതുകൂടി പ്രേക്ഷകർക്കായി. അജിംഷാദ്, നിലവിലെ സാഹചര്യം അനുസരിച്ച് കെ ബാബുവിന് രാജി വെക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുൻ ധനകാര്യമന്ത്രി KM മാണി രാജിവെച്ച സാഹചര്യം മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. അതിനുശേഷവും ആണ് അദ്ദേഹം പിന്നീട് രാജി വച്ചത്. അതേ സാഹചര്യം തന്നെ, സമാനമായ സാഹചര്യം തന്നെ ഇവിടെയും ഉണ്ടായിരിക്കുന്നു. കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും കോടതി നടത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായും കെ ജി ദിനകർ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം R ബാലകൃഷ്ണപിള്ള തന്നെ ചേരുകയാണ്. ശ്രീ R ബാലകൃഷ്ണപിള്ള, കെ ബാബുവിനെ എതിരെ FIR എടുത്ത് അന്വേഷിക്കാനായി ഇതാ കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ഒപ്പം വിജിലൻസിനെയും രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചിരിക്കുന്നു. 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് കെ ബാബു. അത് ബാബു തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. അതായത് ഞാന് എന്തെങ്കിലും എന്റെ പേരിൽ FIR വന്നാൽ ഞാൻ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലേ. മാത്രമല്ല ഇവിടുത്തെ പ്രീസിഡൻസ് അതാണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. പക്ഷെ പോയിന്റ് അതല്ല. ഈ വിധിയിലുള്ള പ്രധാനമായ 2 അപകടങ്ങളുണ്ട്. ഒന്ന് ബാബു രാജിവെക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, വിധി ശരിയുമാ. പക്ഷെ മറ്റൊരപകടം, 26-ാം തീയതി തെളിവെടുപ്പിൽ ഒരാളും ഇനി മൊഴി കൊടുക്കില്ല.
കാര്യം പണവും നഷ്ടപ്പെട്ട് പ്രതിയായി ജയിലിലും കിടക്കേണ്ട ഒരു സ്ഥിതി മൊഴി കൊടുക്കുന്നവർക്കുണ്ടായാൽ ആരാ അഴിമതി കേസുകളിൽ മൊഴി കൊടുക്കുന്നത്? ആര് കൊടുക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. ഇതൊരു പൊതു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാതാകാൻ പോവാ. ആകെ ഒരു ബിജു രമേശിന്റെ മൊഴിയല്ലാതെ ഇനി മൊഴിയൊന്നും കിട്ടാൻ പറ്റിയ സാധ്യതയില്ല. കയ്യിരുന്ന പണമോ കോടിക്കണക്കിന് പോയി. ഇനി ജയിലിൽ കൂടെ കിടക്കേണ്ട സ്ഥിതി വരും. മൊഴി കൊടുക്കുന്ന ആൾക്കെതിരെ കേസെടുക്കാനാ കോടതി പറഞ്ഞേക്കുന്നേ. നിയമം ശരിയാ, കോടതി ശരിയാ. കൈക്കൂലി കൊടുക്കുന്ന ആളും കുറ്റക്കാരനാണ്. കൈക്കൂലി കൊടുക്കുന്ന ആളും അതെ, മൊഴി പണം കൊടുക്കുന്ന ആള് അയാളല്ലേ ഒന്നാം സാക്ഷി. ഇപ്പൊ ഞാൻ റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് രാജകുമാർ ഉണ്ണി പ്രസിഡന്റ് ബാബുവിന് പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് വല്ല വിലയുണ്ടോ? ഇല്ല. കൊടുത്താള് പറയണം. കൊടുത്താള് പറയാത്തടത്തോളം രക്ഷയില്ല. അപ്പൊ ഈ കൊടുത്തയാളുള്ള ആരും ഇനി ഒരു 26-ന് ശേഷം മൊഴി കൊടുക്കുക അവർ ചോദിച്ചിരിക്കുന്ന സമയത്ത്. 2, ബാബു മാത്രമല്ല ഇതിൽ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരണം. 25 കോടി രൂപ എന്ന് പറയുന്നത് 10 5 മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞാണ് വാങ്ങിച്ച് ഇത് മുഴുവൻ ബാബു വീട്ടിൽ കൊണ്ടുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ തന്നെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ അന്നെന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി ഒന്നും പറയല്ല. അതാണ് ഞങ്ങൾക്കൊരു പണ്ടിലുണ്ടായിരുന്ന ഒരു UDF മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുള്ള ഒരു ഗുണം. പുള്ളി ഒന്നും പ്രതികരിക്കല്ലോ. ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ പുള്ളി ഇരിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് പുള്ളി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലാതെ ഞാനും കേട്ടു എന്ന് പറയും ചില കാര്യങ്ങളിൽ. മാണിയുടെ കാര്യം വന്നപ്പോ പുള്ളി പറഞ്ഞത് ഞാനും അങ്ങനെയൊക്കെ കേട്ടു എന്നാ. ക്യാബിനറ്റിലിരുന്ന മാണി ഈ ഫയല് മാറ്റിവെക്കുകയും മാറ്റിവെപ്പിക്കുകയും ചെയ്ത് അറിയാവുന്ന മുഖ്യമന്ത്രി ക്യാബിനറ്റ് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഞാനും ഇത് കേട്ടു എന്നാ. പുള്ളി കണ്ടോണ്ടിരുന്നതാ. അപ്പൊ ഈ മുഖ്യമന്ത്രി എന്താ പറയുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ബാബു രാജിവെക്കുക മാത്രമല്ല, ഈ അന്വേഷണം ഈ പണപ്പിരിവിലേക്ക് പോകണം. മൊഴി കൊടുക്കുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിനെന്താണ് നിയമം എന്നുള്ള കാര്യം ആലോചിക്കണം. യഥാർത്ഥമായി മൊഴി കൊടുക്കുന്നയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താൽ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത്. ബാബു ഒറ്റയ്ക്കൊന്നും ഈ 10-25 ഒന്നും കൊണ്ടുപോയതല്ല. എവിടെ പോയതാന്ന് കുറെയൊക്കെ എനിക്കും അറിയാം. പറയൂ ശ്രീ പിള്ള. അതാണ് പറഞ്ഞത്. പറഞ്ഞത് പാർട്ടിക്ക് തന്നെ പോയിട്ടുണ്ട് കുറെ. പാർട്ടിക്ക് പോയിന്ന് പിന്നെ ബിജു രമേശിന്റെ 164 മൊഴിയിലുണ്ടല്ലോ വാങ്ങിച്ച ആളുകളുടെ പേരുകള്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് അന്വേഷിക്കുമ്പോ കൊടുത്ത ആളുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഇനി ഉള്ള നടപടികളിൽ ഉണ്ടാകും. അത് വളരെ ഗുരുതരമായ ഒരു അപകടമാണ് ഈ രംഗത്ത്. ഈ എൻക്വയറി മാത്രമല്ല, ഭാവിയിലുള്ള എൻക്വയറികൾക്കും വരാൻ പോകുന്നു. ആവശ്യത്തിന് ഗതിയില്ലാത്തതുകൊണ്ട് ബാറ് കിട്ടാൻ വേണ്ടി അവര് കാശ് പിരിച്ചു കൊടുത്തു. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ പണം കൊടുത്തതിന് ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും പണം കൊടുത്തവർക്ക് ശിക്ഷ കൊടുത്ത ഒരു അനുഭവം കേരളത്തിൽ ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. നിയമസഭയിൽ അറിയില്ല. അതുകൊണ്ട് ഇതിന്റെ ഗുണത്തെക്കാൾ കൂടുതൽ ഭാവി ഉൾപ്പെടെ ദോഷം വരും. കൊടുക്കുന്നവർ ഇനി ഒരു കോടതിയിലും പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലും മൊഴി കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് പിള്ളസാർ ഇതൊരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. അതായത് പിള്ളസാർ ഈ സമയം ചോദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് മൊഴി കൊടുക്കാനുള്ളവരെ പിന്തിരിപ്പിക്കും. അങ്ങനെ പിന്തിരിപ്പിച്ചാണല്ലോ ഇതേവരെ വെച്ചിരുന്ന. അവർക്ക് കിട്ടും, സുപ്രീം കോടതിയിൽ അനുകൂലമായ നിലപാടെടുക്കാം, അല്ലെ ഭാവി കൊടുക്കാം എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് ഇപ്പോഴില്ല. ഇപ്പൊ അതല്ല കുഴപ്പം. അത് കിട്ടുകയെന്ന് അവർക്കറിയാം. അവര് മൊഴി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്കുമാർ ഉണ്ണിയൊക്കെ പറഞ്ഞു മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന്. തയ്യാറായിരുന്നു എന്നാണ് ബിജു പറഞ്ഞും മറ്റു പല റിപ്പോർട്ടുകളിലും കണ്ടത്. എനിക്ക് രഹസ്യമായി കിട്ടിയ വിവരവും. പക്ഷെ ഇനിയിപ്പോ ചെയ്യുമോ? പക്ഷെ അല്ല, ഈ ഭരണ
എവിഡൻസ് കിട്ടാൻ പ്രയാസം. നിങ്ങൾ നിയമപരമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. അതെ അതെ അതിനൊക്കെ എവിഡൻസ് ഭരണകൂടം അങ്ങനെ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതിന് എവിഡൻസ് കൊടുക്കാനും നോക്കത്തില്ലല്ലോ, വാക്കാലല്ലേ. ഇതൊന്നും ഡോക്യുമെന്ററി എവിഡൻസ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അല്ല. അപ്പൊ ഇത് ഇങ്ങനത്തെ അപകടം ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യം നന്നാക്കാൻ, ഞാൻ 10 ദിവസം ജയിലിൽ കിടന്നാലും ഞാൻ സത്യം പറഞ്ഞേ അടങ്ങൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ആരെങ്കിലും വരണം. അത് വളരെ കുറച്ചേ വരും. തീർച്ചയായും പിള്ള സാർ, ദയവായി താങ്കൾ പോകരുത്, ടെലിഫോൺ ലൈനിൽ വേണം. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ കൂടി ചേരുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ബാബുവിനെതിരെ ഇന്നുണ്ടായ കോടതി പരാമർശങ്ങളും അടക്കമുള്ളവ കോൺഗ്രസിനെയാണ് പ്രതിരോധത്തിലാക്കുന്നത് എന്നാണ് പൊതുവെ പിള്ള സാർ അടക്കം നിരീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ 5-6 മാസമായി, 1 വർഷത്തിലേറെയായി കേരളത്തിൽ ബാർ ഹോട്ടലുകൾ അടച്ചതിനെ തുടർന്ന് ബാർ മുതലാളിമാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലോട്ട്, ആ പ്ലോട്ടിന്റെ ഭാഗമായി അവരുണ്ടാക്കുന്ന കേസുകൾ, അതിന്റെ പേരിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പരാതികൾ, അതിന്മേലൊക്കെയുള്ള വരുമ്പോൾ കോടതികൾ അതിന്മേൽ പറയുന്ന ചില കമന്റുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ജഡ്ജ്മെന്റുകളൊന്നും ഉണ്ടായിട്ടുള്ള കാര്യമല്ല ഇതൊന്നും. ജഡ്ജ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്മേൽ അത് അനുസരിക്കാനും അതിന്മേൽ നടപടിയെടുക്കാനും ബാധ്യസ്ഥമാണ്. യഥാർത്ഥത്തില് ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കോടതി ജഡ്ജ്മെന്റ് ഒരു ഭാഗത്ത്, കോടതിയുടെ കമന്റുകൾ വേറൊരു ഭാഗത്ത്. പക്ഷെ ആ കമന്റ് എങ്ങനെ രൂപപ്പെട്ടു? ഇന്ന് ചെന്നിത്തല തന്നെ പറഞ്ഞു, താങ്കൾ പറഞ്ഞതുപോലെ ജഡ്ജ്മെന്റ് ആണ് നോക്കേണ്ടത്, ജഡ്ജിയുടെ പറച്ചിലുകളല്ല എന്ന്. പക്ഷേ ജഡ്ജിക്ക് അങ്ങനെ പറയേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കണം. ജഡ്ജി അക്കമിട്ട് എണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് 1 മാസം സമയം ചോദിച്ചപ്പോൾ ഇത്ര നാളും നിങ്ങൾ എവിടെയായിരുന്നു, ഇത് കൊടുത്തു എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ചോദ്യം ചെയ്തോ? ബാബുവിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചോ? ഞഞ്ഞാപിഞ്ഞ വർത്തമാനം കോടതിയോട് പറയരുത്, കോടതിക്കറിയാം മജിസ്ട്രേറ്റിൻ്റെ അധികാരം പഠിപ്പിക്കാൻ. ഒപ്പം ലോകായുക്തയ്ക്ക് തെളിവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കോടതി പൂട്ടണമോ? ഇതൊക്കെ നിയമപരമായ ആംഗിളിലുള്ള വിമർശനമാണ് ശ്രീ ജോസഫ് വാഴക്കൻ. ആണാണ് കോടതികൾ പറയുന്നതൊക്കെ നിയമപരമായ ആംഗിളിൽ തന്നെ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പക്ഷേ നിയമപരമായ ആംഗിളുകൾ, അഭിപ്രായങ്ങളൊക്കെ ജഡ്ജ്മെന്റ് കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇരയാകുന്ന ആളുകൾക്ക് അവർക്ക് നിയമപരമായ മറ്റു വഴികൾ തേടാൻ കഴിയുമല്ലോ. ഇത് പലപ്പോഴും വേറൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ള കമന്റുകൾ പ്രയോജനപ്പെടൂ എന്നുള്ളത് എന്നെ പോലെ ഒരാളുടെ ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വ്യക്തമാണ്. പക്ഷേ അതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ആരാണ്? വിജിലൻസിന് പരിചയമില്ലാത്ത ചില അന്വേഷണ രീതികൾ, ത്വരിതാന്വേഷണം നടത്താതെ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുക, കോടതിയിൽ അങ്ങനെ വിമർശനം വന്നു. മാണിയുടെ വിഷയമെടുക്കൂ, മാണിയുടെ വിഷയത്തിലും ഇതേ സമീപനങ്ങളാണ് സ്വീകരിച്ചത്. ഭരണകൂടം ഇതിലൊന്നും ഇടപെടാത്ത ഘട്ടത്തിൽ ജുഡീഷ്യറിക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം സംജാതമാക്കി. അതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെ കൂടി നിരീക്ഷിച്ചൂടെ ശ്രീ ജോസഫ് വാഴക്കൻ? അല്ല, നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാ കേസുകളിലും ഒരുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ വിശകലനം. ഞാനിപ്പോ ഈ കാര്യത്തിൽ ഞാൻ പറയുകയാണത്, ഇപ്പൊ ലാവലിനാണെങ്കിലും ഈ കാര്യത്തിൽ എല്ലാത്തിലും നമ്മൾ ഒരുപോലെ വേണം വിശകലനം നടത്താൻ. ഈ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് നേരത്തെ തന്നെ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന അതിന് പകരമായിട്ടുള്ള പ്രാഥമിക അന്വേഷണം, ആ അന്വേഷണം നടത്തിയതാണ്. അപ്പോൾ കോടതി പറഞ്ഞു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറയാം. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആർക്കും കോടതി അല്ല, വിജിലൻസിന് അങ്ങനെ ഒരു രീതിയില്ല. പ്രാഥമിക അന്വേഷണം ക്വിക്ക് വെരിഫിക്കേഷൻ ആ പ്രാഥമിക അന്വേഷണം തന്നെയാണ് ഏതാണ്ടൊക്കെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, ഏതാണ്ട് അതിന്റെ പ്രാഥമികമായ അന്വേഷണം. എന്തായാലും ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയുള്ള സാഹചര്യത്തിൽ, അത് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ 42 ദിവസക്കാലം അത് അന്വേഷണം 42 ദിവസത്തിനകം മാത്രം പൂർത്തിയാക്കിയാൽ മതി. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഇത് സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. അത് നേരത്തെ നമ്മൾ ലതകുമാരി കേസിലൊക്കെ പലതവണ മാണി സാറിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ 42 ദിവസത്തെ സമയത്തായിരിക്കും ചോദിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും വിജിലൻസ് ചോദിച്ചിട്ടില്ല. വിജിലൻസിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നാൽ അത് ജഡ്ജ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസിന് അത് മേൽക്കോടതിയിൽ പോയി അത്തരം കാര്യങ്ങളിൽ അവരുടെ മേലുണ്ടായിരിക്കുന്ന അത്തരം അഭിപ്രായങ്ങൾ അവകാശമുണ്ട്. അത് ചോദിക്കാനുള്ള അവകാശം. അതാണ് മാണി സാറിന്റെ കേസിലും തിരുവനന്തപുരം വിജിലൻസ് പറഞ്ഞതിനെ ഹൈക്കോടതി അത് മാറ്റിക്കൊടുത്തല്ലോ.
അപ്പൊ ഇത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ മാണി സാർ രാജിവെക്കേണ്ടി വന്നു, വിജിലൻസ് ഡയറക്ടർക്ക് മാറേണ്ടി വന്നു, വിൻസൻ പോളിന് വളരെ രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ബാബുവിൽ എത്തി നിൽക്കുന്നു. ഇതൊക്കെ കാണാതെ മാണി സാറിന്റെ മാന്യത കൊണ്ടും മാണി സാറിന്റെ ഉന്നതമായ മൂല്യങ്ങൾ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ശരി ആട്ടെ, ആ മൂല്യം ഒരു മിനിറ്റിനുള്ളിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബാബുവിൽ നിന്നും ഉണ്ടാകണമോ? അല്ല, ബാബുവിനെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സാങ്കേതികത്വം പറഞ്ഞ് ഞാൻ ഇതിനകത്ത് കളിച്ചു നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാഗം വളരെ ക്ലിയർ ആണെന്നും ഇക്കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്നും അദ്ദേഹത്തിന് അറിയാം. കാരണം കേരളത്തിൽ കോടാനുകോടി രൂപ മാസം വാരിക്കൊണ്ടിരുന്ന ചില വാറു മുതലാളിമാർക്ക് ഇത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് സ്വാഭാവികമല്ലേ? അല്ല, ആ വിഷമത്തെ ചില രാഷ്ട്രീയ കക്ഷികൾ നേതാക്കന്മാർ മുതലെടുക്കാൻ ശ്രമിച്ചു, ഭരണകൂടത്തിലെ ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം. ഭരണകൂടത്തിലെ എന്ന് പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷത്തെ ചില ആളുകൾ അവരെ എല്ലാം വിളിച്ചുകൂട്ടി ഞങ്ങൾ അവരുടെ വിഷമം തീർക്കാൻ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് മന്ത്രി തലത്തിലുള്ളവർ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവർ കൈക്കൂലി കൊടുത്തത് എന്നതാണ് വാർത്ത. അല്ല, അങ്ങനെ ഒരു കാര്യം ഇദ്ദേഹത്തെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല. ബാബുവിന്റെ കേസിൽ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. ബാബുവിന്റെ കാര്യത്തിൽ ഡയറക്റ്റായി പണം കൊടുത്തു എന്നുള്ളതിന് ഒരു എവിഡൻസും ഇല്ലാതെ വന്നപ്പോ വെറുതെ ഒരു ദിവസം ഒരു കാറ്റി കൊടുത്തു. അല്ലാതെ അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ലേ. ഇതിനൊക്കെ വളരെ മുമ്പാണ്. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടൊരു കഥയായി പറയുന്നത്. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ പ്രവർത്തകരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ താങ്കളുടെ ശബ്ദത്തിൽ പോലും പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആർജവക്കുറവ് ഞാൻ നിരീക്ഷിച്ചാൽ താങ്കൾ എന്നെ കുറ്റം പറയരുത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ വസ്തുതകളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ബാബു മാണി പോകുന്നത് പോലെയല്ല. കെ ബാബു പോയാൽ പൊതുവെ നിരീക്ഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ മുറിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഉമ്മൻചാണ്ടിയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നതെന്ന് സ്വാഭാവികമായ സംശയം ചിലർ കോണുകൾ ഉന്നയിക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ഉമ്മൻചാണ്ടിക്ക് ഒരു കൈയൊന്നും അല്ല ഉള്ളത്, ഒരുപാട് കൈകളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഉമ്മൻചാണ്ടിയുടെ വലം കൈ പോയി എന്നുള്ളത്. ഉമ്മൻചാണ്ടി എത്രയോ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ആ ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് എത്രയോ നേതാക്കന്മാരുണ്ട്, എത്രയോ ലക്ഷക്കണക്കിന് അണികളുണ്ടല്ലോ. പിന്നെയല്ലേ, അതൊന്നും ഒരു വ്യക്തിയൊന്നും ഇതിനകത്തൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം നിരപരാധിയാണ് എങ്കിൽ അത് ക്രൂശിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ബാബുവിനെ ഒരു തീരുമാനവും സ്വഭാവവും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഒരു നിമിഷം പോലും ഇത്തരം കാര്യങ്ങളൊന്നും കടിച്ചു പോയി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല അദ്ദേഹം. അതെനിക്കറിയാം. തീർച്ചയായും. ശ്രീ ബാലകൃഷ്ണപിള്ള, ഇതാണ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാബുവിൻ്റെ രാജി ഏതാണ്ട് ഉറപ്പിച്ചു എന്ന വാർത്ത ശരിവെക്കുന്നു എന്ന് തന്നെയാണ് ജോസഫ് വാഴക്കൻ്റെ വാക്കുകളിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത്. അതൊക്കെ അത് നാം പ്രതീക്ഷിച്ചതാണ്. രണ്ട്, ഇതൊക്കെ നഷ്ടം സംഭവിച്ച ബാറുടമകളുടെ കേവലമായ ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇതൊന്നും കോൺഗ്രസിന് രാഷ്ട്രീയമായി ബാധിക്കുന്നില്ല. ഒരുപക്ഷെ പുറത്താണെങ്കിൽ പോലും അങ്ങനെ ജോസഫ് വാഴക്കൻ പ്രതിരോധത്തിനായി മുമ്പോട്ട് വെക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ പിള്ള സാർ? സംഭവിച്ചതിന് ഉത്തരവാദികൾ ആരാ? അവർക്ക് ആദ്യം 200 കിലോ ഇത് എങ്ങനെയാണെന്നൊക്കെ അതിനകത്തിരുന്ന് എനിക്കറിയാം. പക്ഷെ അകത്തിരുന്ന് അറിഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല. പറയൂ, ഇനിയിപ്പോൾ പറയാമല്ലോ. അല്ലല്ല, എന്റെ ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. അതായത് കക്ഷി നേതാക്കന്മാർ, വാഴക്കനും കൂടെ അറിഞ്ഞിരിക്കാൻ പറയാം, ഞാൻ അന്നൊരാളുണ്ട്. കക്ഷി നേതാക്കന്മാർ തീരുമാനിച്ച് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഇരുന്ന് പുതിയതായി കക്ഷിയിൽ വന്ന ഹേമചന്ദ്രനും അസീസും ഉൾപ്പെടെ ഞങ്ങളിരുന്ന് തീരുമാനിച്ച തീരുമാനം ക്ലിഫ് ഹൗസിൽ രാവിലെ മറ്റന്നാൾ. ആ തീരുമാനം എന്ന് പറയുന്നത് ഇനി പറയാമല്ലോ, കളക്ടർ അധ്യക്ഷതയിൽ കമ്മിറ്റി ഉണ്ടാക്കി യോഗ്യരായവർക്ക് കൊടുക്കാം, എക്സൈസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നവരുൾപ്പെടെയുള്ള അയോഗ്യതയുള്ളവർക്ക്, അതിനുള്ള കഴിവില്ലാത്തവർക്ക്, അവിടെ സാഹചര്യങ്ങളില്ലാത്തവർക്ക് കൊടുക്കണ്ട, അങ്ങനൊരു തീരുമാനമാണ് UDF എടുത്തത്. പക്ഷെ ആ തീരുമാനം സുധീരൻ അംഗീകരിച്ചില്ല, സുധീര മീറ്റിംഗില്ല. അപ്പൊ ഇതൊരു നല്ല ബുദ്ധിയോടുകൂടി ചെയ്തതല്ല. കാരണം ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ UDF ചെയ്തത്. ഈ രീതിയിൽ കൂടി കളക്ടർമാരെ കൊണ്ട്, എക്സൈസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവരെ കൊണ്ട് റിപ്പോർട്ട് വാങ്ങി അവരെ സഹായിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോ അങ്ങനെ തീരുമാനിച്ചു പോയപ്പോ സുധീരൻ അത് പറ്റുകയില്ല എന്നൊരു നിലപാടെടുത്തു.
എടുത്തപ്പോ എന്നാ കിടക്കുന്ന എല്ലാം കൂടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് വൈകുന്നേരം മീറ്റിംഗ് കൂടി. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അത്ഭുതപ്പെടുവാറ് ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തുമായിരുന്നു. അതും ഈ വാഴക്കൻ പറഞ്ഞത് കൊടുത്ത് കൂട്ടി വായിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ തീരുമാനം വന്നാൽ അത് നാട്ടുകാരെ നന്നാക്കാനും മഹാത്മാഗാന്ധിയെ ഓർത്തുകൊണ്ടും സർക്കാരിന്റെ 10% കൂട്ടുമെന്നുള്ള പ്രഖ്യാപനം അനുസരിച്ചൊന്നും അല്ല വന്നേ. അതായത് അങ്ങനെ സുധീരനെ അതിജീവിക്കാനുള്ള ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇത്രയേറെ വൈരുദ്ധ്യം ഒളിച്ചിരിക്കുന്ന ഒരുപക്ഷെ ഉമ്മൻചാണ്ടി അറിഞ്ഞതില്ല. അതെനിക്കറിയില്ല. അതിനെപ്പറ്റി ഉമ്മൻചാണ്ടിയോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അത് എനിക്കറിയത്തില്ല. പക്ഷെ സുധീരനെ വെട്ടാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി ആ നേതാക്കന്മാരുടെ യോഗത്തിൽ വൈകിട്ട് ഈ തീരുമാനം. ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഈ രാവിലത്തെ തീരുമാനം ഉച്ചയ്ക്ക് ഞാൻ അറിഞ്ഞിരുന്നു സുധീരൻ സമ്മതിക്കുന്നില്ലെന്ന്. രാവിലത്തെ തീരുമാനം അത് വേണ്ട, നമുക്ക് മദ്യരോധനം അങ്ങ് നടത്തിക്കളയാം, ബാറേ വേണ്ട. ഇത്രയും ആദർശം പറയുമ്പോ പിന്നെ നമ്മൾ തീർക്കേണ്ട. ഞാൻ ബാറുകാരുമായിട്ട് പരിചയമുള്ള ആളല്ല, ഇന്നും പരിചയമില്ല. ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും പരിചയമില്ല. മന്ത്രി എന്ന് പറഞ്ഞാൽ എക്സൈസ് മന്ത്രിയായിരിക്കുന്ന കാലത്തും പരിചയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചു ഞാൻ കള്ളു കുടിക്കുന്ന ആളല്ല. ബാറുകാരുടെ ഇന്ന് 10 പൈസ ഇന്ന് വരെ ജീവിതത്തിൽ പിരിച്ചിട്ടില്ല. 1 പൈസ ഒരാളോടും പിരിച്ചിട്ടില്ല. ബാറുകാരുടെ ഇന്ന് പ്രത്യേകവും പിരിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊരു കടപ്പാടുമില്ല. ശരി, എല്ലാവർക്കും അങ്ങനെ അഭിപ്രായമെങ്കിൽ നമ്മളിനി അതിന് പോകണ്ട. ആദർശമല്ലേ പറയുന്നേ, ആവശ്യമല്ലല്ലോ. ആദർശം കൊണ്ടുവന്നാണല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അങ്ങനെ പോയതാ. പിന്നെ നമ്മുടെ മൂവാറ്റുപുഴ MLA പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കും. പക്ഷെ ഒരു കാര്യം വെക്കുന്ന, ഇത്രയും വലിയ ഒരു സംഖ്യ പിരിച്ചു എന്ന് അവരെല്ലാം പറയുന്നു. അവരെല്ലാം ഇപ്പോഴും പറയുന്നുണ്ട്. ഈ മൊഴി കൊടുക്കാൻ പോകുന്നവർ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ സംഖ്യയൊക്കെ ബാബു എടുത്തു എന്ന് വിശ്വസിക്കാൻ ഞാൻ അത്ര രാഷ്ട്രീയ ശിശുവൊന്നുമല്ല, അങ്ങനെ വിശ്വസിക്കാൻ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും എനിക്ക് വലിയ സംശയമൊന്നുമില്ല. അതായത് യു ഡി എഫിന്റെ ശില്പികളിൽ ഒരാളാണ് ശ്രീ ബാലകൃഷ്ണപിള്ള. ശ്രീ ജോസഫ് വാഴക്കൻ താങ്കൾ ലൈനിലുണ്ട് എങ്കിൽ ആ പിള്ള സാറാണ് നിരീക്ഷിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ കുഞ്ഞല്ല, ഇപ്പോൾ ജോസഫ് വാഴക്കൻ നിരീക്ഷിച്ചതുപോലെ വിഴുങ്ങാൻ. ശ്രീ ജോസഫ് വാഴക്കൻ താങ്കൾ ലൈനിലുണ്ടോ? തീർച്ചയായും ബാലകൃഷ്ണപിള്ള, അതായത് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ൽ ഏതെങ്കിലും രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി തന്നെ രാജിവെക്കുന്നതിലേക്ക് പോകുമോ? ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടാനാകുമോ ഈ ഘട്ടത്തിൽ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കോടതി നിഷ്പക്ഷമായും നീതിപൂർവ്വം പെരുമാറുമെങ്കിൽ ഇനിയും 1-2 പേരൂടെ പോകും, താമസിയാതെ വരും. ഇപ്പൊ ഒരു ജേക്കബിന്റെ മകൻ ഒരു പയ്യനുണ്ടല്ലോ, എന്തോ അവന്റെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അനൂപ് ജേക്കബ്. അവരുടെ പേര് എത്ര കേസാണ് വിജിലൻസിൽ കിടക്കുന്നത്? എന്തോ ഒരു അഴിമതിയാ അവിടെ നടക്കുന്നത്. ജഡ്ജിമാരെ നിയമിക്കുന്നവരെ കാശ് മേടിക്കല്ലേ? നമ്മളാരെങ്കിലും എഴുതി കൊടുത്തിട്ട് അന്വേഷണമുണ്ടോ? അന്വേഷണമില്ല. എവിടെങ്കിലും ചെന്ന് തട്ടി വീഴും. അല്ല, ഇനി വരാനുള്ള പേരുകളും ഒന്നുകൂടെ പറയാം. എല്ലാ പാർട്ടികളും കൂടെ നിൽക്കുന്നവരെ ഉമ്മൻചാണ്ടി പറഞ്ഞോ, കേൾക്കാം സാർ. എല്ലാ പാർട്ടികളും കൂടെ നിൽക്കുന്നവരെ ഉമ്മൻചാണ്ടി പിളർത്തുകയല്ലേ? അതായത് CP ജോണിനെ എടുത്തുകൊണ്ട് അരവിന്ദാക്ഷനെ സെറ്റിനെ പിളർത്തി, രാഘവന്റെ പാർട്ടിയെ. ഗൗരിയമ്മയുടെ ഒന്ന് രാജംബാബുവിനെ തൽക്കാലത്തേക്ക് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് രാജംബാബുവിനെ വെച്ച് ഗൗരിയമ്മയെ പിളർത്തി. ഇപ്പൊ രാജംബാബുവിനെ വീണ്ടും പിളർത്തി. ജനതാദളിനെ പിളർത്താനായിട്ട് KP മോഹനെ കൈവച്ചിരിക്കുക, ജനതാദളിനെ പിളർത്താൻ. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനതാദളിനെ പിളർത്തു ഉമ്മൻചാണ്ടി 3ാമത്. ഞങ്ങളെ ഒന്ന് പിളർത്താൻ ഞങ്ങളുടെ മന്ത്രി എടുത്തു വെച്ചുകൊണ്ട് 2 കൊല്ലം ശ്രമിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പറ്റിയില്ല. തീർച്ചയായും ഞങ്ങളോട് മാത്രം പറ്റില്ല, ബാക്കി എല്ലാവരെയും പിളർത്തുക. 3 കക്ഷികൾ ഇപ്പൊ പിളർപ്പിൽ എത്തിക്കഴിഞ്ഞു. തീർച്ചയായും ശ്രീ ബാലകൃഷ്ണപിള്ള.